നമസ്കാരം. മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഗുണ കേവിൻ്റെ അറിയാ കഥകളിലേക്ക് സ്വാഗതം. 16 പേരുടെ ദുരൂഹമായ തിരോധാനത്തിന് കാരണമാക്കിയ ആധുനിക മനുഷ്യന് എന്തൊക്കെ സംവിധാനങ്ങളുണ്ടെന്ന് പറഞ്ഞാലും ഇന്ന് വരെ അനാവരണം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ലാത്ത ലോകത്തിലെ അത്യന്തം അപകടം നിറഞ്ഞ അടിമുടി ദുരൂഹത മുറ്റി നിൽക്കുന്ന ജീവനോടെ ഒരാൾ പോലും ചെന്നെത്തിയിട്ടില്ലാത്ത ചെകുത്താൻ്റെ അടുക്കള എന്നറിയപ്പെടുന്ന ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ് ഗുണ കേവ്. സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടങ്ങളിലൊന്നാണ് തമിഴ്നാട്ടിലെ, പ്രത്യേകിച്ച് മലയാളികളുടെ സ്ഥിരം സങ്കേതമായ കൊടൈക്കനാൽ. കോടമൂടിയ കനാൽ എന്നർത്ഥം വരുന്ന പദത്തിൽ നിന്നാണ് കൊടൈക്കനാൽ രൂപപ്പെട്ടത്. 24 മണിക്കൂറും കോടമഞ്ഞിനാൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കുന്ന തണുത്തുറഞ്ഞ കൊടൈക്കനാൽ ടൗണിൽ നിന്നും 10 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഗുണ കേവിലെത്താം. സമുദ്രനിരപ്പിൽ നിന്ന് 6600 അടി ഉയരത്തിൽ, ചുരുക്കി പറഞ്ഞാൽ 1100 മനുഷ്യരുടെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പില്ലർ റോക്കുകളുടെ സംഗമസ്ഥാനമാണ് ഗുണ കേവ്. ഭീമാകാരന്മാരായ 3 രാക്ഷസ രൂപങ്ങൾ പോലെ കോടമഞ്ഞും മഴമേഘങ്ങളും സന്ധിക്കുന്നിടം വരെ തല ഉയർത്തി നിൽക്കുന്ന ഭയാനകത്വം മുറ്റി നിൽക്കുന്ന 3 കൂറ്റൻ തൂണുകളാണ് ഗുണ കേവിൻ്റെ ആകർഷണീയതയും ഭീകരതയും. അടുപ്പുകല്ലുകൾ പോലെ പരസ്പരം ചേർന്ന് നിൽക്കുന്ന 3 കൂറ്റൻ പില്ലറുകൾക്കിടയിലൂടെ പുക ഉയരുന്നത് പോലെ കോടമഞ്ഞുയരുന്നതിനാലാണ് ആദ്യമായി ഈ ഗുഹ കണ്ടെത്തി റിപ്പോർട്ട് ചെയ്ത SB വാർഡ് എന്ന സായിപ്പ് ഇതിന് ചെകുത്താൻ്റെ അടുക്കള എന്നർത്ഥം വരുന്ന ഡെവിൾസ് കിച്ചൺ എന്ന് വിളിപ്പേരിട്ടത് എന്നാണ് ചരിത്രം. 1821 ആദ്യമായി പുറം ലോകത്ത് നിന്നും തികച്ചും പ്രകൃതി നിർമ്മിതമായ രൂപം കൊണ്ട ഈ ഗുഹ സന്ദർശിക്കാനെത്തിയ വാർഡ് സായിപ്പിന് ഇതിൻ്റെ പകുതി ദൂരം മാത്രമേ സഞ്ചരിക്കാനായുള്ളൂ. നൂറ്റാണ്ടുകൾക്ക് മുൻപുണ്ടായിരുന്ന ഒറ്റപ്പാറ പിളർന്ന് 3 ആയതാണെന്നാണ് സായിപ്പിൻ്റെ നിഗമനം. അതുകൊണ്ടാകാം പരസ്പരം കൂട്ടിയോജിപ്പിക്കാൻ പറ്റുന്ന വിടവുകളാണ് പാറയിലുള്ളതെന്നും കണ്ടെത്തപ്പെട്ടിട്ടുണ്ട്. പ്രാചീന പുരാണ കാലഘട്ടത്തിൽ അജ്ഞാത വനവാസത്തിന് പോയ പാണ്ഡവർ പാഞ്ചാലിയുമൊത്ത് താമസിച്ചിരുന്നതും ഭീമസേനൻ പാചകത്തിന് തിരഞ്ഞെടുത്തിരുന്നതും ഈ അടുക്കളയായിരുന്നുവെന്നും വിശ്വസിക്കുന്നവരുണ്ട്. ഗുഹയുടെ ഏറ്റവും ഉള്ളിൽ ഓക്സിജൻ ലഭിക്കാനുള്ള സാധ്യതയില്ലാത്തതിനാൽ ഗുഹയ്ക്കുള്ളിൽ അകപ്പെട്ട 16 പേരിൽ ഒരാൾ പോലും ജീവിച്ചിരിക്കാൻ ഇടയില്ലെന്നാണ് സൂചന. ഗുഹ കാണാൻ പോയ സാഹസിക സഞ്ചാരിമാർ മുതൽ ആത്മഹത്യ ചെയ്യാൻ ഗുഹയിലേക്ക് ഇറങ്ങിയ കമിതാക്കൾ വരെ ഇതിനകം 16 പേരാണ് പോലീസ് റെക്കോർഡ് പ്രകാരം ചെകുത്താൻ്റെ അടുക്കളയിൽ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ മാഞ്ഞു പോയത്. ഒരിക്കൽ ഒരു കേന്ദ്രമന്ത്രിയുടെ അനന്തരവൻ സഞ്ചാരികളുടെ കൂട്ടത്തിലെത്തി കാൽ വഴുതി ഗുഹയിൽ പതിച്ചെന്നും അയാളുടെ സംസ്കാര ചടങ്ങിന് വേണ്ടിയെങ്കിലും ഒരു അസ്ഥിയെങ്കിലും ബാക്കി കണ്ടെത്തി നൽകുന്നവർക്ക് ലക്ഷക്കണക്കിന് രൂപ ഇനാം പ്രഖ്യാപിച്ചിരുന്നതായും പറയുന്നുണ്ട്. എന്നാൽ കോടിക്കണക്കിന് പ്രതിഫലം നൽകിയാലും സ്വന്തം ജീവൻ പണയപ്പെടുത്തി ചെകുത്താൻ്റെ കുഴിയിലേക്ക് ഇറങ്ങാൻ തക്ക ധൈര്യം ഒരാളും ഒരു സാഹസികനും ഇതുവരെ ഉണ്ടായിട്ടില്ല. 1992 പുറത്തിറങ്ങിയ കമൽ ചിത്രമായ ഗുണയുടെ ഹിറ്റ് സോങ്ങായ കൺമണി അൻപോട് കാതൽ എന്ന ഗാനം ചിത്രീകരിച്ചതോടെയാണ് അന്ന് വരെ ചെകുത്താൻ്റെ താവളമായി ഭയപ്പാടോടെ കണ്ടിരുന്ന ഗുഹയെ സാഹസ സഞ്ചാരികളുടെ പർദീസ എന്ന ഗുണ കേവാക്കി മാറ്റിയത്. ഇതേ തുടർന്ന് എത്തുന്ന സഞ്ചാരികളുടെ കൊലക്കളമായി ഈ ഗുഹ പിന്നീട് മാറുകയായിരുന്നു. കൺമണി അൻപോട് കാതലൻ. സൂര്യരശ്മികൾ ഇന്ന് വരെ മണ്ണിൽ പതിച്ചിട്ടില്ലാത്ത വിധം അഗാധതയുടെ ആഴങ്ങളിൽ രക്തവും മാംസവും മെല്ലിൻ കഷ്ണങ്ങളും ചിതറിക്കിടക്കുന്ന ഗുഹയിൽ 50-ലധികം പേർ ഇതിനകം മറഞ്ഞു പോയിട്ടുണ്ടെന്നാണ് പ്രദേശവാസികളുടെ വിശ്വാസം. ഗുണ കേവിൻ്റെ സാഹസികത ചിത്രീകരിച്ചുകൊണ്ട് 2010 പുറത്തിറങ്ങിയ ശിക്കാർ എന്ന മോഹൻലാൽ ചിത്രത്തിൻ്റെ ക്ലൈമാക്സിൽ ലാലേട്ടനും അനന്യയും തമ്മിലുള്ള കോമ്പിനേഷൻ സീനും ഈ ഗുഹയുടെ ഭീകരത വ്യക്തമാക്കുന്നുണ്ട്. പ്രകൃതിയുടെ മോർച്ചറി എന്നായിരുന്നു ലാലേട്ടൻ അന്ന് ഈ ഗുഹയെ വിശേഷിപ്പിച്ചത്. സിനിമകളിലൂടെ സഞ്ചാരികളുടെ സാഹസിക ഇടമായി മാറിയ ഗുണ കേവിൽ മരണങ്ങളും തിരോധാനവും സ്ഥിരം കഥയായതോടെ തമിഴ്നാട് സർക്കാർ ഇവിടത്തേക്കുള്ള പ്രവേശനം ഇരുമ്പ് മറകൾ വെച്ച് തടഞ്ഞു. എന്നാലും ചിലർ മറകൾ മറികടന്ന് അനധികൃതമായി മരണത്തിലേക്ക് മറയുകയായിരുന്നു. അവിടെ എത്തുന്ന ഏത് സഞ്ചാരിയെയും മരണത്തിൻ്റെ തണുത്തുറഞ്ഞ അഗാധതകളിലേക്ക് മാടി വിളിക്കുന്ന സവിശേഷതയാണ് ഗുണ കേവിനുള്ളത്. എന്നാൽ ഗുണ കേവിൻ്റെ ഭീകരത നിറഞ്ഞു നിൽക്കുന്ന ആയിരക്കണക്കിന് വർഷത്തെ ചരിത്രത്തെ മാറ്റിമറിച്ചത് നമ്മുടെ കൊച്ചിക്കാരനായ സുഭാഷും കൂട്ടരുമായിരുന്നു. കണ്ടത് കല്ല് പിന്നേണ്ട ടക്ക് ടക്ക് എന്നുള്ള ഒരു ഒച്ച മാത്രം കേൾക്കാൻ പറ്റുള്ളൂ. അത് ആ പാറയുടെ ഇടുക്കിലിടിച്ച് താഴത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ എന്തിലോ തങ്ങിയിരിക്കണായിരുന്നു. അതിനുശേഷം കാലുകൊണ്ട് ഞാൻ തടഞ്ഞു നോക്കി കഴിഞ്ഞപ്പോൾ ഒരു കല്ല് കിട്ടി.
പിന്നെ അവിടെയാണ് നിന്നേച്ചത്. ഗുണ കേവിന്റെ ചരിത്രത്തിൽ ആദ്യമായി കാൽ വഴുതി ഗുഹയുടെ ഇരുണ്ട അഗാധതകളിലേക്ക് ഊർന്നിറങ്ങിപ്പോയ സുഭാഷ് എന്ന യുവാവ് ചങ്ക് പറിച്ചു കൊടുത്താൽ പോലും തീരാത്ത കടപ്പാടുള്ള സൗഹൃദത്തിന്റെ കരുത്തിൽ കുട്ടൻ എന്ന സഹയാത്രികന്റെ രണ്ടും കൽപ്പിച്ചുള്ള അതിജീവന യാത്രയിലൂടെ ജീവിതത്തിന്റെ അത്ഭുത വെളിച്ചത്തിലേക്ക് കയറിൽ കുരുങ്ങി കടന്നു വന്നപ്പോൾ അത് ലോകം കണ്ട ഏറ്റവും വലിയ അത്ഭുത അതിജീവനത്തിന്റെ ചരിത്രമായി മാറ്റപ്പെട്ടു. അവരിറങ്ങാതെ വന്നപ്പോൾ ഞാൻ പറയായിരുന്നു ഞാൻ ഇറങ്ങിക്കോളാം എന്ന് പറഞ്ഞു. ആദ്യം അവർ സമ്മതിച്ചില്ല. പിന്നെ ഞങ്ങളുടെ കൂട്ടുകാരനെ രക്ഷിക്കാനുള്ള ഒരു ഇത് കണ്ടപ്പോൾ അവർ സമ്മതിക്കുകയായിരുന്നു. അതുമാത്രമല്ല, ഞാനിറങ്ങിയില്ലെങ്കിൽ അവരിറങ്ങേണ്ട ഒരു അവസ്ഥ വന്ന് നാട്ടുകാരൊക്കെ ഇടപെട്ട്. ആ സ്നേഹ ചരിത്രത്തിന്റെ വാഴ്ത്തുപാട്ടാണ് ഒറിജിനൽ ഗുണ കേവിനെ കടത്തിവെട്ടുന്ന രീതിയിൽ നമ്മുടെ കലാകാരന്മാർ നിർമ്മിച്ചെടുത്ത തിരിച്ചറിയാനാകാത്ത ഗുണ കേവിന്റെ സെറ്റ്. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിദംബര ചിത്രത്തിലൂടെ കൊച്ചിക്കാരായ 11 യുവാക്കളുടെ സാഹസിക സഞ്ചാരം പുനരാവിഷ്കരിച്ചതിലൂടെ മലയാള സിനിമാ ചരിത്രവും ലോക സിനിമാ ചരിത്രത്തിൽ ഇടം നേടി. ഏറ്റവും കുറഞ്ഞ ദിനങ്ങൾ കൊണ്ട് 100 കോടി രൂപ കളക്ഷൻ റെക്കോർഡ് ഭേദിച്ച മഞ്ഞുമ്മൽ ബോയ്സ് ഇതിനകം 150 കോടിയിലേറെ നേടി റെക്കോർഡ് സൃഷ്ടിച്ചു. പെരുമ്പാവൂരിലെ ഒരു പഴയ ഗോഡൌണിൽ ഗുണ കേവിന്റെ അതേ രൂപവും ഘടനയും ഏതാനും മാസങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചാണ് കോടിക്കണക്കിന് രൂപ ചെലവിട്ട് സിനിമാ സംഘം നമ്മളെ വിസ്മയിപ്പിച്ചത്. കോടമഞ്ഞും തണുപ്പും വഴുവഴുക്കലും പാറകളുടെ ഭീകര രൂപവും മണ്ണിന്റെ നിറവും ഘടനയും ഗുണ കേവിലെ പോലെ തന്നെ സെറ്റിട്ട് സൃഷ്ടിക്കുകയായിരുന്നു. കോടയും മഴയും മഞ്ഞും മിസ്റ്റും തണുപ്പും ലോറികളിൽ കൊണ്ടുവന്ന ലോഡ് കണക്കിന് ഐസ് ക്യൂബുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചാണ് കൊടൈക്കനാലിലെ ഗുണ കേവിനെ നമ്മുടെ പെരുമ്പാവൂരിൽ അതുപോലെ പ്രൊഡക്ഷൻ ഡിസൈനറായ അജയൻ ചാലിശ്ശേരിയും സംഘവും പുനഃസൃഷ്ടിച്ചെടുത്തത്. മഞ്ഞുമലിന്റെ സെറ്റായാലും അത്രതൊക്കെ തന്നെ കുറെയൊക്കെ നമ്മൾ ചെയ്യും, കുറെയൊക്കെ നമ്മൾ അവിചാരിതമായ മാജിക് സംഭവിക്കുകയില്ല. വേറെ ഏതെങ്കിലും കേവ് ഒക്കെ പറ്റുന്നതാണ് ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിന് പറ്റുന്ന സ്ഥലമില്ല. അതായത് 50 അടിയിൽ കൂടുതലുള്ള സ്ഥലം വേണം നമുക്ക്. അത്തരം ഒരു സ്റ്റുഡിയോസ് നമുക്ക് ഇവിടെ ഇല്ല. നമ്മൾ എന്നിട്ട് അങ്ങനെ ഒരു ഗോഡൌൺ നമ്മൾ കണ്ടെത്തി. കുറെ കാലമായിട്ട് കോവിഡിന് ശേഷം ഉപയോഗിക്കാതെ കിടക്കുന്ന ഒരു പുതിയ ഗോഡൌൺ ആണ്. അതിൽ നമ്മൾ സെറ്റിടാൻ തീരുമാനിച്ചു. 2006 യഥാർത്ഥ അപകട സംഭവത്തിൽ 11 അംഗ സംഘത്തിലെ സുഭാഷ് 600 അടി താഴ്ചകളിലേക്ക് 1 സെക്കൻഡിന്റെ അംശം കൊണ്ട് മറഞ്ഞപ്പോൾ പോലീസും രക്ഷാപ്രവർത്തകരും തരിച്ചു നിന്നപ്പോൾ ചങ്കായ സിജു സുഭാഷിനെ തിരികെ കൊണ്ടുവരാൻ നടത്തിയ ശ്രമം സിനിമയിലൂടെ ശ്വാസമടക്കി പിടിച്ചിരുന്ന് കണ്ട് കണ്ണീർ വാർത്തപ്പോൾ പ്രേക്ഷകന് ഡെവിൾസ് കിച്ചണിലെ മരണവും മരണത്തെ അതിജീവിച്ച പുനർജന്മവും ഒരുമിച്ച് അനുഭവിച്ച എക്സ്പീരിയൻസ് ആണ് ഉണ്ടായത്. നിയമപ്രശ്നങ്ങൾ ഭയന്ന് യഥാർത്ഥ സംഭവം മൂടിവെക്കാൻ ശ്രമിച്ച മഞ്ഞുമ്മൽ ബോയ്സിന്റെ അത്ഭുത പ്രവൃത്തി മാസങ്ങൾ കഴിഞ്ഞാണ് തമിഴ്നാട്ടിലെ മാധ്യമ വാർത്തകളിലൂടെ മലയാളികളും ലോകവും പിന്നീട് അറിഞ്ഞത്. സുഭാഷ് വീഴുന്ന ആഴമേറിയ ഗുഹയ്ക്കായി ഒരു കുഴി തയ്യാറാക്കിയപ്പോൾ രക്ഷാപ്രവർത്തനത്തിനിടയ്ക്ക് കയർ ലോക്കാകുന്ന കുടുങ്ങിപ്പോകുന്ന സീനിനു വേണ്ടി മാത്രം മറ്റൊരു ഗുഹയും കൃത്രിമമായി നിർമ്മിക്കേണ്ടി വന്നു. ഗുണ കേവിന്റെ ഭീകരതയ്ക്ക് മിഴിവേകുന്ന തലകീഴായി കിടക്കുന്ന വവ്വാലുകളുടെ ഭാഗം ചിത്രീകരിക്കാൻ മൂന്നാമതൊരു കൃത്രിമ ഗുഹ കൂടി നിർമ്മിക്കേണ്ടി വന്നു. ഫൈബർ നിർമ്മിതമായ പാറകൾക്കും പാറക്കെട്ടുകൾക്കുമൊപ്പം കൃത്രിമമായ വഴുക്കൽ പോലും നിർമ്മിച്ച് കുത്തിയൊലിക്കുന്ന മഴവെള്ളച്ചാട്ടവും കൃത്രിമമായി നിർമ്മിച്ച് ഗുണ കേവിന്റെ ഭീകരതയും സാഹസികതയും ലോകമെങ്ങുമുള്ള പ്രേക്ഷകനിലേക്ക് എത്തിച്ച മഞ്ഞുമ്മൽ ബോയ്സ് ടീമിന് ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ.